അപ്പൊ സാധാരണ നമ്മൾ ഈ ബ്രാൻഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് വീഡിയോ റീച്ച് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളെ പറ്റിക്കാനോ ഒന്നുമില്ല. കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞതിൽ എനിക്ക് 2-3 ബിൽഡിംഗ് ഓണർമാർ എന്നെ വിളിച്ച് കുറച്ച് വഴക്ക് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ബ്രാൻഡ് ക്വാളിറ്റി ഉണ്ട്. ഞാൻ ചില വീടുകളിൽ ചെല്ലുമ്പോൾ എനിക്ക് അത്രയ്ക്ക് ഒരു സക്സസ്ഫുള്ളി അല്ലാത്തത് കൊണ്ട് ഞാൻ പല ടൈമിലും എടുക്കാൻ പോകുന്ന വീഡിയോസ് ഞാൻ എടുക്കാതെ തിരിച്ചു പോയിട്ടുണ്ട്. നമസ്കാരം. എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ച് ആ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണെന്ന് അറിയാം. അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ഓണമൊക്കെ ആഘോഷിച്ചിട്ട് നമ്മുടെ ഓണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ് കൊച്ചൂർ പ്രോപ്പർട്ടീസിന് ചെയ്ത്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്കൊരു വ്യത്യസ്തമായ വീഡിയോ അല്ലെങ്കിൽ നല്ലൊരു വീടുമായിട്ട് തന്നെ ഓണം കഴിഞ്ഞിട്ട് ആദ്യ വീഡിയോ വരാമെന്നുള്ള കൺസെപ്റ്റിൽ നമ്മൾ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം പൗടിക്കോണം ഞാണ്ടൂർക്കോണമാണ്. ഞാണ്ടൂർക്കോണം ജംഗ്ഷനിൽ നിന്നും വെറും 200 മീറ്റർ മാറി 9 സെന്റിലായിട്ട് 2400 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂമോട് കൂടിയുള്ള ഒരു ബ്രാൻഡ് ന്യൂ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ വെരി ഗുഡ് കൺസ്ട്രക്ഷൻ, ഒരു എ ക്ലാസ് വീടുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പൊ ഈ കാണുന്ന വീടാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത്. 9 സെന്റിലായിട്ട് 2400 സ്ക്വയർ ഫീറ്റ് ആയിട്ടുള്ള എന്തുകൊണ്ടും നിങ്ങൾക്ക് പൗടിക്കോണം ഞാണ്ടൂർക്കോണം സൈഡിലൊക്കെ വീട് നോക്കുന്നവർക്ക് എന്തുകൊണ്ടും 100% ഗ്യാരണ്ടി തരാൻ ഈ വീട് പർച്ചേസ് ചെയ്യാം. ഈ വീടിന്റെ പഴക്കം എന്ന് പറഞ്ഞാൽ വെറും 3 വർഷം താഴെയാണ്. ഇത് ഒരു കോൺട്രാക്ട് കൊടുത്ത് വെച്ചതല്ല, ഒരു എഞ്ചിനീയർ അവരെ സ്വന്തം ആവശ്യത്തിന് വെക്കുകയും അവർക്ക് വിദേശത്ത് പോകേണ്ടി വന്നതിനാണ് വിൽക്കുന്നതാണ്. പൂർണ്ണമായും ഫില്ലറിലാണ് ചെയ്തിരിക്കുന്നത്, പൂർണ്ണമായും ചുടുകല്ലിലും തേക്കൻ തടിയിൽ നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ തന്നെ അവിടെ ഒരു SUV ടൈപ്പ് ഒരു വലിയ വണ്ടി നമുക്ക് പാർക്ക് ചെയ്യാം. ഇവിടെ 2 മീഡിയം ഒരു ഇന്നോവയും കൂടി പാർക്ക് ചെയ്യാം. കാരണം നോർമലി നോക്കി കഴിഞ്ഞാൽ ശരാശരി 3 വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് നമുക്ക് ഈ വീട് കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. ഒരു ഓപ്പൺ ടൈപ്പ് സിറ്റ് ഔട്ട് ആണ്. അത് എന്തുകൊണ്ടും വളരെ മനോഹരമായിട്ടുണ്ട്. ബ്രാൻഡിന്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും നിങ്ങൾക്ക് അകത്ത് കയറുമ്പോൾ തന്നെ കാണാം. ബ്രാൻഡ് ക്വാളിറ്റി ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത് കോൺട്രാക്ട് കൊടുത്തുള്ള സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. തേക്കൻ തടിയിൽ നിർമ്മിച്ചിട്ടുള്ള പൂർണ്ണമായി വാസ്തുപ്രകാരം തന്നെയാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ എല്ലാം ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് കയറുമ്പോൾ തന്നെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഹൈ ബ്രാൻഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലേക്ക്, ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്ന രീതിയിലേക്ക് ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ഹോളാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ലിവിംഗ് സ്പേസ് ഒക്കെ എന്ന് വെച്ചാൽ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പ്രീമിയം ക്വാളിറ്റി കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന ഒരു ഹോളാണ്. അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഹോളാണ്. അവിടെ നേരെ താഴത്തെ ഫ്ലോറിൽ ഒരു ബെഡ്റൂമും മുകളിലത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂം, ടോട്ടൽ 3 ബെഡ്റൂമാണ് വീട്ടിലേക്ക് വരുന്നത്. ഇവിടെ ഡൈനിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കേസ് ഒക്കെ വളരെ മനോഹരമായ രീതിയിൽ വുഡിലും മെറ്റലിലും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സാധാരണ നമ്മൾ ഈ ബ്രാൻഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് വീഡിയോ റീച്ച് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളെ പറ്റിക്കാനോ ഒന്നുമില്ല. കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞതിൽ എനിക്ക് 2-3 ബിൽഡിംഗ് ഓണർമാർ എന്നെ വിളിച്ച് കുറച്ച് വഴക്ക് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ബ്രാൻഡ് ക്വാളിറ്റി ഉണ്ട്. ഞാൻ ചില വീടുകളിൽ ചെല്ലുമ്പോൾ എനിക്ക് അത്രയ്ക്ക് ഒരു സക്സസ്ഫുള്ളി അല്ലാത്തത് കൊണ്ട് ഞാൻ പല ടൈമിലും എടുക്കാൻ പോകുന്ന വീഡിയോസ് ഞാൻ എടുക്കാതെ തിരിച്ചു പോയിട്ടുണ്ട്. അതിൽ കുറച്ച് പേരുടെ വിരോധം നമുക്ക് കിട്ടിയാലും നമ്മുടെ കസ്റ്റമർ, കാരണം നമ്മൾ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ടല്ല ചെയ്യുന്നത്, നിങ്ങൾ ഈ വീഡിയോ കണ്ടു വരുമ്പോൾ നിങ്ങളെ ഫേസ് ചെയ്യേണ്ട ഞാനാണ്. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഇതിനകത്ത് അതൊരു ജെന്യൂനിറ്റി ഫീൽ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഡയറക്റ്റ് അല്ലെങ്കിൽ തുറന്ന് തന്നെ കാര്യം സംസാരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ വീടിന്റെ കാര്യത്തിൽ പറഞ്ഞത്, നിങ്ങൾക്ക് എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാം. ബ്രാൻഡ് ക്വാളിറ്റിയുടെ കാര്യത്തിലോ കൺസ്ട്രക്ഷൻ ക്വാളിറ്റിയിലോ ഇതിൽ യാതൊരുവിധ പ്രോബ്ലംസും ഇല്ല. ഈ ഒരു പുതിയ വീട് വയ്ക്കുന്നവർക്കൊക്കെ എന്തുകൊണ്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലോട്ടാണ്. താഴത്തെ ഫ്ലോറിൽ വരുന്നത് നമുക്ക് 2 ബെഡ്റൂമുകളാണ്. അതിൽ ഒരു ഓഫീസ് റൂമും ഒരു മാസ്റ്റർ ബെഡ്റൂമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബെഡ്റൂം എന്ന് പറയുന്നത് അത്യാവശ്യം വലിപ്പമില്ലെങ്കിൽ നമുക്ക് ബെഡ്റൂമായിട്ട് കാറ്റഗറി പെടുത്താം. നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് ഇതിൽ തുറന്ന് കയറാനുള്ള ഒരു ഡോറും ഉണ്ട്. നമുക്ക് അകത്തു നിന്നുള്ള 2 ഡോറുകളുണ്ട്. ഇപ്പൊ ഡൈനിങ് സ്പേസ് നമ്മൾ കണ്ടു. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള നല്ല വൈഡ് ആയിട്ടുള്ള ഒരു മിററും അല്ലെങ്കിൽ നല്ലൊരു വാഷ് ബേസും നല്ല ഒരു ബ്രാൻഡ് ക്വാളിറ്റി അല്ലെങ്കിൽ നല്ലൊരു ഫീലിങ്സ് തോന്നുന്ന രീതിയിലേക്കുള്ള നല്ലൊരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് തന്നെ ബെഡ്റൂമിലേക്ക് കയറിയാലും സ്പേസിന്റെ കാര്യത്തിലും യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞത് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ക്ലാസ് ബെഡ്റൂം, അല്ലെങ്കിൽ അതിന്റെ കളർ പാറ്റേൺ ആയാലും അതുപോലെ തന്നെ അതൊരു ഇന്റീരിയർ വർക്കൊക്കെ ആയാലും നമുക്കൊരു നല്ല രീതിയിലുള്ള ഫീൽ ചെയ്യുന്ന ഒരു പ്രീമിയം ടൈപ്പ് ആയിട്ട് തന്നെയാണ് ഈ വീട് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ബെഡ്റൂം. നമുക്കറിയാം, ഡബിൾ കട്ടിലിട്ടാലും 2 സൈഡും നല്ല സ്പേസ് ഉണ്ട്. നല്ല സ്റ്റോറേജ് സ്പേസ് ആയിട്ട് അലമാര തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാത്റൂംസിന്റെ കാര്യത്തിലും നമ്മൾ അകത്തേക്ക് കയറും കളർ പാറ്റേൺ ആയാലും ശരി തന്നെ അതിന്റെ സ്പേസിന്റെ കാര്യത്തിലും ഒക്കെ നല്ല രീതിയിലുള്ള യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല ബ്രാൻഡായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല അവിടെയും ഒരു വ്യത്യസ്തമായ കിച്ചൺ, വ്യത്യസ്തമായ ഡിസൈനിങ്, നമ്മൾ അത്യാവശ്യം നല്ല യൂട്ടിലിറ്റി സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ തന്നെ നോക്കി ഒരു അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്ലാബും അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസുകളുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. അതെല്ലാം നമ്മൾ ശരിക്കും ഈ വീട് അധികം യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതിന്റെ ഈ സൈഡും ഒക്കെ നല്ല രീതിയിൽ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ടൈലൊക്കെ കൊടുത്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സൈഡ് ഫ്രിഡ്ജിനൊക്കെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ളതുണ്ട്. അവിടെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമുക്ക് ചിമ്മിനി അതുപോലെ തന്നെ ഇലക്ട്രിക്കിന്റെ തന്നെയാണ് ഗ്യാസ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. അതിന്റെയും താഴെ തന്നെ ധാരാളം സ്റ്റോറേജ് സ്പേസിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഒരു ബ്രാൻഡിന്റെ കാര്യത്തിലോ ഒരു പ്രീമിയം ക്വാളിറ്റിയുടെ കാര്യത്തിലൊന്നും യാതൊരുവിധ
കോംപ്രമൈസും കൊടുക്കാതെ തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. യൂട്ടിലിറ്റി സ്പേസ് ആയാലും തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് പുറകിലേക്ക് ഇറങ്ങുമ്പോൾ ടെമ്പററി ആയിട്ട് ഒരു വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. അതും നല്ല രീതിയിലുള്ള സ്പേസ് ഉണ്ട്. നമുക്ക് ഇവിടെയൊക്കെ ഈ സൈഡിലും ഒക്കെ ധാരാളം സ്റ്റോറേജ് ചെയ്യാനുള്ള ആവശ്യത്തിൽ കവിഞ്ഞുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ കിച്ചണിൽ നിന്ന് വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങുന്നത് നമ്മുടെ ഈ ബാക്കിൽ കാണുന്ന കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റേഷന് വേണ്ടിയിട്ട് 4 സെന്റോളം സ്ഥലം നമ്മൾ തന്നെയാണ്. അപ്പോൾ ഇതിന്റെ ബാക്ക് സൈഡിൽ കിടക്കുന്ന സ്ഥലവും അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബിൽഡിംഗ് വെക്കുവാനോ അല്ലെങ്കിൽ ഏത് രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പേസ് നമുക്ക് ബാക്കിലേക്കുണ്ട്. എന്തുകൊണ്ട് വീടിന്റെ ബാക്കിൽ കുറച്ച് സ്പേസ് കിട്ടുന്നത് വളരെ റെയർ ആണ്. അപ്പോൾ ഇത് 9 സെന്റിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല അവിടെ നല്ലൊരു മാവ് നിൽപ്പുണ്ട്, 2-3 തെങ്ങ് നിൽപ്പുണ്ട്, കറിവേപ്പില നിൽപ്പുണ്ട്. നമുക്ക് അത്യാവശ്യം യൂസ് ഇല്ലാത്ത സാധനങ്ങളൊക്കെ ഡംപ് ചെയ്യാനുള്ള ഷെഡും കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇറങ്ങാനുള്ള നല്ല രീതിയിലുള്ള സ്റ്റെയർ കേഴ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുകളിലത്തെ ഫ്ലോറിലേക്ക് കയറുമ്പോൾ തന്നെ സ്റ്റെയർ കേഴ്സ് ഒക്കെ നമ്മൾ ഇന്നത്തെ മോഡേൺ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നത്. മെറ്റലും ഞാൻ പറഞ്ഞു ഫുള്ളും തേക്കും തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഹാൻഡ് ഡ്രിൽ കംപ്ലീറ്റ് മെറ്റലും തേക്കും തടിയിലാണ്. അതൊക്കെ നല്ല ഒരു പ്രീമിയം ലുക്ക് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിലൊന്നും ഒരു സംശയമില്ല. അതുപോലെ തന്നെ നമുക്ക് മുകളിലേക്കുള്ള സൺസെറ്റ് ഒക്കെ നമുക്ക് ഡയറക്റ്റ് കണ്ടില്ലേ, നമുക്ക് ലൈറ്റിന്റെ ഒന്നും ആവശ്യമില്ല. കണ്ടില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ സൂര്യപ്രകാശം നമ്മുടെ ഹാളിൽ തന്നെ അടിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്തുകൊണ്ട് നമുക്കൊരു വീട് വെക്കുന്നവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള ഒരു കൺസെപ്റ്റ് ആണ്, ഒരു പോസിറ്റീവ് എനർജിയാണ്. നമുക്ക് മുകളിലേക്ക് കയറി വരുമ്പോൾ സ്റ്റെയർകേഴ്സ് കയറി വരുമ്പോൾ തന്നെ നല്ല വൈഡ് ആയിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു ഹാളുണ്ട്. അവിടെ നമുക്ക് നല്ല ഇതിൽ TV അവർ യൂസ് ചെയ്യുന്നുണ്ട്, TV സ്റ്റാൻഡായിട്ട് അത് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിലോട്ട് പ്രീമിയം ടൈപ്പിൽ തന്നെ നമുക്ക് ഒരു സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, സെറ്റിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു രീതിയിലുള്ള 2 ഫാമിലിക്ക് പോലും താമസിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള നല്ലൊരു സ്പേസ് ആയിട്ടുള്ള ഏരിയ കൂടിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മുകളിലത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ്. അതിൽ ഒരു ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ സ്പേസിന്റെ കാര്യത്തിലൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. നല്ല വൈഡ് ആയിട്ടുള്ള പിന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം സൈസാണ്. നമുക്ക് പിന്നെ കട്ടിൽ കിടന്നാലും നമുക്ക് ഈ സൈഡിൽ തന്നെ ഒരു മേശയും അതുപോലെ തന്നെ നമുക്ക് ടീപ്പോ ഇടാൻ പറ്റും. അത്യാവശ്യം അവിടെ നല്ല സ്പേസ് ഉണ്ട്. ഒരു ഡ്രസ്സിംഗ് റൂമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള ഒരു പ്രീമിയം ടൈപ്പ് ആയിട്ട് തന്നെയാണ് ഈ ബാത്റൂംസിന്റെ ഫിറ്റിംഗ്സും അതുപോലെ തന്നെ ആ ഒരു കാറ്റഗറിയിൽ തന്നെ പെടുത്താൻ പറ്റുന്ന രീതിയിലേക്കുള്ള മോഡേൺ ആയിട്ടുള്ള ബാത്റൂംസുകളാണ് എല്ലാത്തിലും കൊടുത്തിട്ടുള്ളത്. മുകളിലത്തെ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയ ഉണ്ട് കേട്ടോ. അതൊക്കെ നല്ല സൂപ്പർ, നല്ല എയർ സർക്കുലേഷൻ ഒക്കെ ആയിട്ടുള്ള നല്ലൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്ന തരത്തിലേക്കുള്ള നല്ലൊരു എന്താ പറയുക, ഒരു വെട്ടവും വെളിച്ചവും എന്നൊക്കെ പറയില്ല, അതുപോലെ അത്തരത്തിലുള്ള ഒരു ബെഡ്റൂം സൈസ്, നല്ലൊരു പോസിറ്റീവ് എനർജി ആയിട്ടുള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. മുകളിലത്തെ ഫ്ലോറിൽ 2ാമത്തെ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ അതും നമുക്ക് സ്പേഷ്യസിന്റെ കാര്യത്തിലോ ക്വാളിറ്റിയുടെ കാര്യത്തിലോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഇന്റീരിയറിന്റെ കാര്യത്തിലോ ഒന്നും യാതൊരു കോംപ്രമൈസും ഇല്ല. കണ്ടില്ലേ, നമുക്ക് അത്യാവശ്യം നല്ലൊരു ക്ലാസ് ആയിട്ടുള്ള ബെഡ്റൂംസ്, ക്ലാസ് ആയിട്ടുള്ള ഡിസൈൻ. ഇതാ നോക്കി, ഇതെല്ലാം സ്റ്റീലാണ് കേട്ടോ. ഇതിന്റെ എല്ലാം കൊടുത്തിട്ടുള്ള സ്റ്റീല്, കട്ടിളകളിലൊക്കെ സ്റ്റീൽ കമ്പിയാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് ഈട് നിൽക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അറ്റാച്ച്ഡ് ബാത്റൂം സൈസും ഒക്കെ നല്ല രീതിയിലുള്ള ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ബാത്റൂംസുമാണ് കൊടുത്തിട്ടുള്ളത്. മുകളിലത്തെ ഫ്ലോറിൽ നമുക്കൊരു സിറ്റ് ഔട്ട് ഏരിയ അല്ലെങ്കിൽ ഒരു ബാൽക്കണി ഏരിയ ഉണ്ട്. പക്ഷെ അതിനെ ഇവരെന്ത് കൺവെർട്ട് ചെയ്തുകൊണ്ട് കിച്ചൺ ആക്കി 2 ഫാമിലിക്ക് വേണമെങ്കിലും നമുക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കിച്ചണായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സിങ്കും അതുപോലെ തന്നെ അതിന്റെ ഒരു സ്ലാബ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോഴുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ കണ്ടില്ല, അക്കരത്ത് ഒരു ആ സൈഡിലേക്കുള്ള ഒരു നല്ല ഒരു ഹൈറ്റുള്ള പ്രദേശം. അവിടെ നിന്നുള്ള ഏറ്റവും കൂടുതൽ ഒരു ഞാൻ പറഞ്ഞില്ലേ, ഒരു ഹൈറ്റുള്ള പ്രദേശമാണ്, നല്ല കരഭൂമി എന്നൊക്കെ പറഞ്ഞത്. നല്ല പോസിറ്റീവ് ആയിട്ടുള്ള എനർജി അല്ലെങ്കിൽ പോസിറ്റീവുള്ള കാറ്റും വെളിച്ചവും കിട്ടുന്ന ഒരു നല്ലൊരു സീൻ, ഒരു വ്യൂ പോയിന്റ് ആയിട്ടുള്ള സ്ഥലം കൂടിയാണ് കേട്ടോ ഇത്. മുകളിലത്തെ നമുക്ക് ഈ സിറ്റ് ഔട്ട് ഏരിയയിൽ ബാൽക്കണി ഏരിയയിൽ കൺവെർട്ട് ചെയ്ത് പിന്നെ കിച്ചൺ ആയിട്ടെന്ന് പറഞ്ഞു. അവിടെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ സ്റ്റെയർ കേഴ്സ് തന്നെ മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ നമുക്ക് മുകളിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ട്രിവാൻഡ്രം ശ്രീകാര്യം അല്ലെങ്കിൽ പൗടിക്കോണം ഞാണ്ടൂർക്കോണം ഒക്കെ ബേസ് ചെയ്തു അല്ലെങ്കിൽ ടെക്നോ പാർക്കിൽ നിന്നൊക്കെ നമുക്കൊരു 10-15 മിനിറ്റാണ് ടെക്നോ പാർക്ക് പോകാനുള്ളത്. നമുക്ക് ഒരു 8-10 മിനിറ്റാണ് ശ്രീകാര്യം ജംഗ്ഷനിലേക്ക് പോകാനുള്ളത്. ഇപ്പൊ നമുക്കൊരു ബ്രാൻഡ് ക്വാളിറ്റി വീട് വേണം അല്ലെങ്കിൽ നമുക്കൊരു പ്രീമിയം ലുക്ക് വേണം, ഇന്നത്തെ മോഡേൺ ആയിട്ട് വീട് വേണം, എന്നാൽ അത്യാവശ്യം പ്രൈസ് കുറഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അത്യാവശ്യം നമുക്ക് കൃഷി ചെയ്യാനുള്ള ഏരിയയും കൂടി വേണം. ഒരു 9 സെന്റോളം സ്ഥലത്ത് നമുക്ക് വൈഡ് ആയിട്ടുള്ള നല്ലൊരു ലാൻഡ് ഏരിയയിൽ 2-3 കാർ പാർക്ക് ചെയ്യാനൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്കും, അല്ലെങ്കിൽ നല്ല ഒരു കൺസ്ട്രക്ഷൻ ചെയ്ത വീട് ഒരു 2-3 വർഷം പഴക്കമായാലും കുഴപ്പമില്ല, മേടിക്കാമെന്നുള്ള മൈൻഡ് സെറ്റിലൊക്കെ ഉള്ളവർക്ക് തീർച്ചയായും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന വീടാണ്. 9 സെന്റിലായിട്ട് 2400 സ്ക്വയർ ഫീറ്റിലായിട്ടാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായും പില്ലറിൽ തീർന്നിട്ടുള്ള ഈ വീട് മുകളിൽ സ്വിമ്മിംഗ് പൂൾ പോലും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണ്. ഇതൊക്കെ ഒരു ബിൽഡർക്ക് കൺസ്ട്രക്ഷൻ ടീമിന് കൊടുത്ത് വെച്ചതല്ല, ഡയറക്റ്റ് ഇതിന്റെ ഓണർ എഞ്ചിനീയർ ആണ്. പുള്ളി ഡയറക്റ്റ് നിന്നാണ് ഇത് വെച്ചിട്ടുള്ളതും. പുള്ളി വിദേശത്ത് പോയത് കൊണ്ടാണ് ഈ വീട് സെയിലിനുള്ളത്. 9 സെന്റിലായിട്ട് 2400 സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ 1,46,00,000 രൂപയാണ്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും താഴേക്ക് നമ്പറിൽ വിളിക്കുക. വീണ്ടും റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്നതിനായി കൊച്ചുകുടി പ്രോപ്പർട്ടീസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.